നിന്റെ കൂടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആദി. ഹായ് മാഡം, ഓർഡർ. താങ്ക് യു. പിടി. താങ്ക് യു. ശ്രീ അടിക്കുന്നില്ലേ? ശ്രീക്ക് അങ്ങനെ കള്ളിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്നാ ആമിനോട് ആരാ പറഞ്ഞ? ഞാൻ അത്യാവശ്യം കള്ളൊക്കെ കുടിച്ചിരുന്ന. ഇതുപോലെ ബിയറും വൈനൊന്നും അല്ല, കോട്ട. പലപ്പോഴും അടിച്ച് വഴിയിലും കിടന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പല എക്സ്ട്രീമും കണ്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. വഴിയിലൊക്കെ കുഴഞ്ഞ് വീണിട്ടുണ്ട് കുടിച്ചിട്ട്. ലൈഫിൽ ഇതുപോലത്തെ പല അഡിക്ഷൻസും ഉണ്ടാവും. അതൊക്കെ ഓവർകം ചെയ്യുമ്പോഴല്ലേ നമ്മൾ ലൈഫിൽ സക്സസ് ആവണത്, അല്ലേ? ആണ്. നമ്മൾ വിചാരിക്കണമല്ലോ ലൈഫിലെല്ലാം നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂ. ഞാൻ അതിൽ വിശ്വസിക്കില്ല. എനിക്കങ്ങനെ ഒന്നിനോടും അഡിക്ഷനും തോന്നാറില്ല. അതിപ്പോൾ എന്താണെങ്കിലും ശരി, എൻ്റെ വർക്കാണെങ്കിലും ശരി, എൻ്റെ ഫാമിലി ആണെങ്കിലും അതെ. പിന്നെ ഉള്ളത് പറയാലോ ഓപ്പണായിട്ട്, ഈ ഇരിക്കണ ആമിയാണെങ്കിലും എനിക്കിതുവരെ ഒരു അഡിക്ഷൻ വന്നിട്ടില്ല. ആവേയില്ല. വാവ്, ശ്രീനെ പോലെ ജീവിക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ശ്രീ ഭയങ്കര ലക്കിയാണ് കേട്ടോ. ശ്രീ ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ഞാൻ എന്തായാലും ഡിഫറെൻ്റ് ആണ് ശ്രീ. എനിക്ക് ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട്. എനിക്ക് സിഗരറ്റ് ഭയങ്കര അഡിക്ഷനാണ്, എനിക്ക് കള്ള് ഭയങ്കര അഡിക്ഷനാണ്, എനിക്ക് എൻ്റെ ആർട്ട് ഭയങ്കര അഡിക്ഷനാണ്. ആമി എനിക്കൊരു കാലത്ത് അഡിക്ഷനായിരുന്നു. എൻ്റെ അമ്മ എനിക്കൊരു ഭ്രാന്താണ്. ഒരുപാട് അഡിക്ഷനിൽ പെട്ടിരുന്ന ആളാണ് ഞാൻ. ശ്രീനെ പോലെയൊക്കെ ചിന്തിക്കാനും ജീവിക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ ലൈഫ് കളർഫുള്ളായേനെ. അപ്പൊ ശ്രീ, നമ്മുടെ ആദ്യത്തെ വെള്ളടിയാണ്. ചിയേഴ്സ്. 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 നീ അപ്പൊ നാളെ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. എടോ അതെ, നാളെ ഫാസിലും വൈഫും ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറയണ്ടേ? ആണോ? അല്ല, തനിക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. എനിക്കെന്ത് ഇഷ്യൂസ്? കുഴപ്പമൊന്നുമില്ല. അപ്പൊ നീ നാളെ നേരെ ഇങ്ങോട്ട് വാ. നാളെ അപ്പൊ നമുക്ക് ശ്രീയുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാം, അല്ലേ? അയ്യോ, നാളത്തെ പരിപാടി നടക്കില്ല. എനിക്ക് കുറച്ച് പണിയുണ്ട്. അല്ലാമീ, നീ വെള്ളടിക്കാനൊക്കെ പഠിച്ചല്ലോ. നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ ആദ്യത്തെ വെള്ളടി? ശ്രീയോട് ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ടോ? ഇവന്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് വെള്ളടിക്കണേ. അന്ന് ഞങ്ങൾ റിലേഷൻഷിപ്പിൽ പോലും ആയിട്ടില്ല. ആ കഥ ഞാൻ പറയാം. ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ കൂടി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവൾക്ക് ബീർ വാങ്ങിച്ചിരിക്കണേ. എൻ്റെ പൊന്ന് ശ്രീ, ഇവള് വെള്ളമടിച്ച് കരച്ചിലായി, പിഴിച്ചിലായി. ഇവളുടെ അന്നത്തെ പെർഫോമൻസിനെ പറ്റി എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും പറയും. നീ ബാക്കിയോടെ പറയടാ. അന്ന് എന്താണ്ടായെന്നറിയോ ശ്രീ? അന്ന് കള്ളു കുടിച്ച് ബോധം ഇല്ലാണ്ടിരുന്ന എന്നെ ഇവൻ അവൻ്റെ ടെറസിൽ വെച്ച് കിസ് ചെയ്തു. ഇവനായതുകൊണ്ടാ, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ. ഓ പിന്നെ, ബോധമില്ലെന്ന് പറയല്ലേ മോളെ നീ. നിനക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു ഇല്ലേ? അല്ലാമി, അപ്പം നിനക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? അത് കാലക്ക് ശ്രീ, അടി. അല്ല, എന്താ മാഷറിനല്ല സീരിയസ് ആയിട്ട് വെച്ചാണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അന്ന് ഞാൻ ഇവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇവനോട് പ്രാന്ത് പിടിച്ചൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെന്താ കിസ് ചെയ്താ? ഇഷ്ടമുണ്ടായിരുന്നല്ലേ? അപ്പം പിന്നെ കുഴപ്പമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ കിസ് ചെയ്യുക, ഹഗ് ചെയ്യുക, വേണേ സെക്സ് ചെയ്യുക, അല്ലേ? അതി എന്ത് രസമുള്ള രാത്രിയാണല്ലേ നിങ്ങളുടെ കൂടെ ഇങ്ങനെ കള്ളൊക്കെ കുടിച്ച്. നമുക്കൊരു സെൽഫി എടുത്താലോ? വാ, ഞാനെടുക്കാം. വാ ശ്രീ. ചിരി നോക്കിയേ. നിന്റെ മോശമൊന്നുമല്ല.
ആദി, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? വെയിറ്റ് ചെയ്യും. ആദി, ആമി, നീ ഇത് കളഞ്ഞെന്നല്ലേ പറഞ്ഞേ? ഇതെനിക്കെങ്ങനെ കളയാൻ പറ്റുക? ഇത് ശ്രീ, ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി ആയിരുന്നു ഇത്. ഞങ്ങൾക്ക് വട്ടായിരുന്നു ശ്രീ. ദിവസവും ക്യാമ്പസിൽ കാണും. എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാനും എഴുതും, ഇവൾക്ക് പറയാനുള്ളത് ഇവളും എഴുതും. ശ്രീയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കുട്ടിക്ക് കൺമണി എന്ന് പേരിടാന്ന്? ഈ ഡയറിക്ക് ഞങ്ങളിട്ട പേരായിരുന്നു അത്, കൺമണി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വെറും പ്രഹസനമല്ലേ ആണ്. ഈ പ്രേമക്കത്തുകളൊക്കെ എഴുതുക, അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്കങ്ങനെ പ്രേമിക്കാനും അറിഞ്ഞൂടാ. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഉള്ളിൽ നിന്ന് തോന്നുന്നുണ്ട് ഇമോഷനല്ലേ, അല്ലാണ്ട് ഇതുപോലെ ഷോക്കേസ് ചെയ്ത് വെക്കാനുള്ളതൊന്നുമല്ല. ഞാൻ വെറും നോർമലായിട്ടുള്ള ഒരാളാണ്. ഈ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അത് മനസ്സിലാക്കുക, എന്നിട്ട് അവരവരുടെ രീതിക്ക് വിടുക. അതല്ലേ വേണ്ടത്, അതല്ലേ പൊളിറ്റിക്കലി കറക്റ്റ്. ആമി, എന്റെ സിനിമയിൽ പറയാൻ വെച്ച സെയിം പോയിന്റ് ആണ് ഇപ്പൊ ശ്രീ പറഞ്ഞത്. നിങ്ങൊരു കാര്യം ചെയ്യ്, ആദ്യം കുറേ നാളായിട്ട് ഇതൊക്കെ മിസ് ചെയ്യണ്ടാവും. ഇതൊക്കെ വായിച്ചിരിക്കും. ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ? ആ, ഓക്കെ. ആമി, ആമി, ആമി. എന്താ ശ്രീ? എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ശ്രീ, എന്താ പ്രശ്നം? നീ എൻ്റെ കൂടെ സെക്ഷലി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അത് നീ എൻ്റെ അടുത്ത് പറയണം, അല്ലാണ്ട് വഴി കൂടി പോണമാരുടെ അടുത്തല്ല. രണ്ടുപേരും പേഴ്സണലായിട്ട് സംസാരിക്കണം, ഒളിഞ്ഞേക്കണം. എന്തൊരു ചീപ്പാണ്. ശ്രീഹരി ഇത്ര തരം താന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഞാൻ കരുതി. ശരി, ഞാൻ ചീപ്പാണ്, സമ്മതിച്ച്, തരം താഴ്ന്നതാണ്. പക്ഷെ നീ എന്താ കാണിച്ചുകൂട്ടാ നീ ആലോചിച്ചിട്ടുണ്ടോ? ശ്രീ മതി, ഇപ്പഴല്ല നാളാവും പോയിട്ട്. ഇപ്പൊ വെറുതെ ഒരു സീൻ ഉണ്ടാക്കി വെറുതെ ഓവറാക്കരുത്. എനിക്ക് പറ്റൂല, എനിക്കിപ്പൊ സംസാരിക്കണം, അല്ലാണ്ട് അവൻ പോയിട്ടല്ല. എനിക്ക് വേണ്ട സമയം നീ തന്നേ പറ്റുള്ളൂ. എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല. ശ്രീ കള്ളുടിച്ചുണ്ട്, ബോധത്തോടെയല്ല സംസാരിക്കണം. ഞാൻ ഒരു ബീറേ അടിച്ചിട്ടുള്ളൂ. എന്റെ ബോധം എന്താന്ന് എനിക്ക് നല്ലോണം അറിയാം. താൻ കുറച്ചുകൂടെ മെച്ചോർഡാന്ന് ഞാൻ കരുതി. ഞാൻ എത്ര മെച്ചോർഡാന്ന് എനിക്ക് നല്ലോണം അറിയാം. നീ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസൊന്നും കണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. ശ്രീ ബിഹേവ് യുവർ സെൽഫ്. എന്തൊരു സൈലൻസ് ആണിത്. നമ്മുടെ അടുത്ത പരിപാടി എന്താ? നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ? അത് നീ ആ പാട്ടൊന്ന് ഓഫ് ചെയ്യും. എന്തു പറ്റി? നിന്റെ ഫേവറേറ്റ് പാട്ടല്ലേ? തലവേദന എടുക്കണു. അത് ഈ ബീറടിച്ച് വെറുതെ ഇരുന്നിട്ടാണ്. നമുക്കൊരു ഗെയിമും കളിച്ചാലോ? ഇപ്പൊ വേണ്ട, ആദ്യം നമുക്ക് കഴിച്ചിട്ട് കിടക്കാം. 11:30 ആയിട്ടേ ഉള്ളൂ. ഞാനൊക്കെ വെളുപ്പിനെ ഉറങ്ങാറ്. നമുക്കേ ട്രൂത്ത് ഓർ ഡെയർ കളിക്കാം. അത് കൊള്ളാം. ഞാൻ ഇല്ല. എന്താ നീ ഇല്ലാത്ത? നിന്റെ ഫ്രണ്ടല്ലേ വന്നേക്കണം, നീയല്ലേ കമ്പനി കൊടുക്കണ്ടത്. ആമി പ്ലീസ്, ഇനി ഇങ്ങനെ രാത്രി എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ആദ്യമായിട്ട് റിക്വസ്റ്റ് ആമിക്ക് നോ പറയാൻ പറ്റൂല അല്ലേ? നമുക്ക് കളിക്കാം. ഉള്ളിലുള്ള സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ. ആ, അങ്ങനെയാണെങ്കിൽ ആദ്യം ആമിയെ സ്റ്റാർട്ട് ചെയ്തു. ആദി പ്ലീസ്. പ്ലീസ് ആമി, നോ പറയല്ലേ. കം ഓൺ. എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ തുടങ്ങാം. എൻ്റെ ചോദ്യം ആദ്യം തുടങ്ങാം. യെസ്. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ട്രൂത്ത്. നിനക്ക് വിളിപ്പോഴും ഇഷ്ടമല്ലേ? അല്ല, എന്താണെങ്കിലും ഓപ്പണായിട്ട് പറഞ്ഞോട്ടോ, നമ്മളെന്തായാലും കളിക്കണല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചോദ്യം ചോദിക്കണ തന്നെ അവൾക്ക് വേണ്ടിയിട്ടാണ്. യെസ്, ഐ ലവ് ഹർ. സത്യത്തിൽ ആമി പോയതിന് ശേഷം എനിക്ക് ആമിയുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. ആമി തിരിച്ച് സ്നേഹിക്കില്ലായിരിക്കാം,
ആമിയെ സ്നേഹിക്കാൻ ആമി എൻ്റെ കൂടെ വേണമെന്നില്ല. ലവ് അൺകണ്ടീഷണൽ അല്ലേ? ഞാൻ ആമിയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ലൈഫ് ലോങ്. ശരിയാണ്. യെസ്, ലവ് ഇസ് അൺകണ്ടീഷണൽ. പ്രേമിക്കുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ അല്ലേ? എവറിത്തിങ് ഈസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് അല്ലേ ആമി? അടുത്ത ആദ്യയുടെ ചാൻസ് അല്ലേ? ഷൂട്ട്. എൻ്റെ ആദ്യത്തെ ചോദ്യം നിന്നോടാണ്. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. നമ്മൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം നീ എന്നെ മിസ് ചെയ്യാറുണ്ടോ? ആദി പ്ലീസ്, ഞാൻ ഈ കളിക്കില്ല. നീ അവനെ മിസ് ചെയ്യണ്ടെന്നല്ലേ അവൻ ചോദിച്ചോളൂ. എന്തിനാ എത്ര സീരിയസ് ആയിട്ട് എടുക്കണോ? യെസ്, മിസ് ചെയ്യാറുണ്ട്. ഈവൻ നൗ എനിക്ക് നിന്നെ മിസ് ചെയ്യാറുണ്ട് ആദി. പോരെ, എനിക്ക് അടുത്ത ചോദിക്കാനുള്ള ശ്രീയോടാ. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഡു യു ഹാവ് ട്രസ്റ്റ് ഇൻ മീ? ഓഫ് കോഴ്സ്, 100%. പക്ഷെ ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. കഴിഞ്ഞില്ലേ ആദി? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഇപ്പൊ സപ്പോസ് എനിക്ക് ആദ്യം ആമിനായിട്ട് സെക്സ് ചെയ്യണതിൽ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണെങ്കിൽ വിൽ യു ഗോ ഫോർ ദാറ്റ്? ശ്രീ, നീ എന്തിനാണ് എന്ത് കേൾക്കുമ്പോഴും ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണം? നമ്മളിപ്പോൾ ഒരു അഡൽട്ട് ഗെയിം കളിക്കണല്ലേ? ആദി പറ. അല്ല, അത് ആമയും കൂടി എടുക്കേണ്ട തീരുമാനമല്ല. ആമിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, ആദിക്ക് ഓക്കെ ആണെന്നാണ് ചോദിച്ചത്. യെസ്, എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്ക് ആമേനെ ഇപ്പോഴും ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്ക് സെക്സ് ചെയ്യണതിലൊരു കുഴപ്പമില്ല അല്ലേ? ആയിക്കോട്ടെ, നോ ഇഷ്യൂസ്. ഓക്കെ. അടുത്ത എൻ്റെ ചാൻസ് അല്ലേ? ആമി, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ആമി, എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം നിനക്ക് ശ്രീയോടാണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്നെ സ്നേഹിച്ചതിലും എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് നിനക്ക് ശ്രീയോടുള്ള ഇഷ്ടം? അല്ല ആദി, ശ്രീയെ അല്ല, എനിക്ക് ആദ്യം തന്നെയായിരുന്നു ഇഷ്ടം. എന്നെ ഞാനായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നീയാ. പിന്നെ ഓപ്പണായിട്ട് പറയാലോ അല്ലേ ശ്രീ, വി ആർ ഓൾ അഡൾട്ട്സ് റൈറ്റ്? ശ്രീ ആയിട്ട് ഞാൻ സെക്ഷലി ഒട്ടും ഹാപ്പി അല്ല. ശ്രീ ഭയങ്കര നോർമലാ. എനിക്ക് അടുത്ത ചോദിക്കാനുള്ള ആദ്യോടാ. നിനക്കെന്നെ എത്രത്തോളം വിശ്വാസമുണ്ട്? നിനക്ക് എപ്പോഴെങ്കിലും എന്നെ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിൽ ട്രൂത്ത്ഫുൾ ആയിരുന്നോ അല്ലയോ? ആമി, റിലേഷൻഷിപ്പിൽ നീ വളരെ സിൻസിയറാണ്. ഇപ്പം നീ ശ്രീയുടെ കൂടെയാണ്. നീ ശ്രീയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ കംപ്ലീറ്റ്ലി ശ്രീയുടെ ആയിരിക്കും. ഐ നോ ദാറ്റ്. അല്ലേ ശ്രീ? മതിയായില്ലേ ഈ ട്രൂത്ത്? നമുക്കൊരു ഡെയറും ചെയ്യാം. ആമി, എനിക്കൊരു ഡെയർ തരാം. നീ ആ ബോട്ടിൽ ചെന്നെടുക്കും. ആദി, ആ, ഇതെൻ്റെ ചാൻസ് അല്ലേ? ആ, ഞാൻ കൊടുത്തോളാം അവൾക്ക് ഡെയർ. ആ, ശ്രീ ചോദിക്ക്. ഗെയിം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. ആമി, കിസ് ഹിം. വാട്ട്? കിസ് ഹിം. ശ്രീ ചീപ്പാവരുത്. എന്ത് ചീപ്പാവല്ലേന്ന്? നമുക്ക് ഗെയിം കളിക്കണല്ലേ? ഈ ഗെയിം കളിക്കാൻ എനിക്ക് സൗകര്യമില്ല. നിന്റെ സൗകര്യത്തിനനുസരിച്ചിരിക്കണല്ലോ. സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല, അത്രേ ഉള്ളൂ. ശ്രീ, ആമി വെറുതെ ഫോഴ്സ് ചെയ്യണ്ട. ഒരു ഗെയിം അല്ലേ, വിട്ടേക്ക്. എന്ത് വിട്ടേക്കാൻ? ഇതൊരു ഗെയിം ആണെങ്കിൽ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ശ്രീ മതി, സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ പറഞ്ഞ ഡെയർ നീ ചെയ്യാണ്ട് ഇവിടുന്ന് പോകൂല, അത് ഞാൻ ഉറപ്പ് തന്നെ. ആമി എന്തിനാ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നേ? ആദി, ഇത് ഞാനോളും തമ്മിലുള്ള കാര്യമല്ലേ? നീ ആരാണ് എന്നോട് ഫോഴ്സ് ചെയ്യണമെന്ന് പറയാൻ? ശ്രീ എന്നെ ടോർച്ചർ ചെയ്ത്. ഞാനാണ് ടോർച്ചർ ചെയ്തത്? മതി, ഇത് ശരിയാവില്ല. നമുക്ക് കഴിച്ചിട്ട് കിടക്കാം. ആമി, ഞാൻ പറഞ്ഞ ഡെയർ ചെയ്യാണ്ട് നീ ഇവിടുന്ന് പോകൂല, കേട്ടോ? ശ്രീ എന്നെ വിട്. ആമി, നീ ഇവന്റെ പേരും പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യല്ലേ? ശ്രീ എന്നെ വിടാൻ. നീ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ചെയ്. രണ്ടുപേരും കിസ് ചെയ്തിട്ട് പോകുള്ളൂ. ഷൗട്ട് ചെയ്യാനാണെങ്കിൽ നിന്നേക്കാളും നല്ലോണം ഷൗട്ട് ചെയ്യാൻ എനിക്കറിയാം, മനസ്സിലാ? കിസ് ചെയ്യടി. കിസ് ചെയ്യാൻ. ശ്രീ വേണ്ട. കിസ് ചെയ്യാൻ. മതിയോ? ഞാൻ പറയണമെന്ന് ശ്രീ ഇങ്ങനെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യല്ലേ പ്ലീസ്. ഞാൻ ചൈൽഡിഷ് ആണ്.
നിനക്കൊക്കെ അറിയോ, ഞാൻ ഓർമ്മ വെച്ച കാലത്തോട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോലും കരഞ്ഞിട്ടില്ല. എനിക്കുള്ള അത്രയ്ക്ക് ഇഷ്ടമാണ്. ശ്രീ ഇങ്ങനെ ബിഹേവ് ചെയ്യല്ല, നമുക്ക് സംസാരിക്കാം. എനിക്കറിയാം ശ്രീക്ക് എന്നെ എത്ര ഇഷ്ടമാണ്, അതല്ല ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞേ. ശ്രീ ഇങ്ങനെ വിയേർഡായിട്ട് ബിഹേവ് ചെയ്തിട്ടല്ലേ ഇതിപ്പോ ഇത്ര ഇഷ്യൂ ആയത്. ഞാൻ എന്ത് വീടായിട്ട് പേര് പറയുന്ന അമ്മ പറയണം. ശരിയാണ്, സമ്മതിച്ച്. ഞാൻ പോലെ ആർട്ടിസ്റ്റ് ഒന്നല്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളായിട്ടാണ്. പക്ഷേ ഇട്ടല്ല, ഇവ നിന്റെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും ദൂരം ഞാൻ നിന്റെ ഇഷ്ടപ്പെടുന്നുണ്ട്, അറിയോ? ഞാനൊന്ന് പറയട്ടെ. നീ ഒരു കോപ്പ് പറയണോ ശ്രീ? നീ മിണ്ടല്ലേ. നീ എങ്ങാനും എൻ്റെ ഇവളെ തട്ടിയെടുക്കാനാണ് വന്നെങ്കിൽ ഞാൻ ഉറപ്പ് പറയാണ്, ഞാൻ ചത്തോളയും. ഉറപ്പാണ്, ഞാൻ ചത്തോളയും. ശ്രീ ഞാൻ പറയണേന്ന് കേക്ക്. എന്താണ്? നമുക്ക് സംസാരിക്കാം, ഇങ്ങനെ കരയല്ലേ പ്ലീസ്. അഭി നീ ഇതിലിടപെടല്ലേ പ്ലീസ്. എനിക്ക് വയ്യതൊന്ന് കണ്ടു നിൽക്കാൻ. ശരി, നീ ഇവിടെ ഒന്ന് പോയിട്ടാ പ്ലീസ്. ഒന്നേക്ക് ശ്രീ എന്തേ കാണിക്കണേ? അവനെന്റെ ഫ്രണ്ടാ, വെറുതെ ഇരി. ഒന്ന് പോയി തരാം പ്ലീസ്. ഞാൻ പോവാം, ഞാൻ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം. എടാ പോയി താടാ പൈനെ. ഞാൻ പോവാം. പോ ശ്രീ. നീ എന്ത് നോക്കി നിൽക്കടാ? അവൻ്റെ ഒരു ഒടുക്കത്തൊരു ഷൂ. പോടാ ശ്രീ, ഐ ആം സോറി.